ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പപ്പടം വെച്ചിട്ട് സമൂസ പോലൊരു സംഭവം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത് ജസ്റ്റ് അതൊന്ന് നോക്കാം, കാരണം എനിക്ക് കുറേ പപ്പടം ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പം ആ പപ്പടം എടുത്ത് കിഴങ്ങ് ഉള്ളിയും മാത്രമുള്ളായിരുന്നു എൻ്റെ കയ്യിൽ. ഞാനങ്ങനെ ആ കിഴങ്ങും ഉള്ളിയും കൂടി ഇട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസൊക്കെ ആക്കി വെച്ച് അതും എണ്ണയിലോട്ടിട്ട് അതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ട കേട്ടോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ആ സംഭവമൊക്കെ കൂടി ഒന്ന് ഇട്ട് നല്ല വഴറ്റിയെടുത്ത് കാശ്മീരി ചില്ലി ഇടാം കേട്ടോ, നല്ല കളറൊക്കെ കിട്ടും. എന്നിട്ട് അതൊക്കെ ഇട്ട് ഇളക്കി നല്ല ഇളക്കിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു നനവ് അതുപോലെ ഇരിക്കുകയും ചെയ്യും, നമുക്കതൊന്ന് വേകുകയും ചെയ്യും. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച സമയം കൊണ്ട് ഞാൻ പപ്പടം എടുത്ത് പാക്കറ്റിൽ നിന്ന് മാറ്റി ആ പൊടിയൊക്കെ തൂത്ത് കളഞ്ഞ് പപ്പടം എടുത്ത് സെറ്റാക്കി പ്ലേറ്റിലോട്ട് വെച്ച്. എന്നിട്ട് ഞാൻ ഈ ഫില്ലിങ് എടുത്ത് തണുക്കാൻ വെച്ചേ. ആ ചൂടോടെ ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് തണുത്ത് അപ്പം ഞാൻ ഈ പപ്പടത്തിനകത്തോട്ട് ആ ഫില്ലിങ്ങും കൂടെ എടുത്ത് വെച്ചു. എന്നിട്ട് വെള്ളം വെച്ച് ഒട്ടിച്ചു കൊടുത്ത് നോക്കി, പക്ഷെ ഒട്ടുന്നില്ല. കാരണം വീഡിയോയിലൊക്കെ അവരെടുത്ത് വെള്ളം വെച്ച് ഒട്ടിക്കുന്നു, അത് ഒട്ടുന്നു, എണ്ണയിലിടുന്നു. പക്ഷെ ഞാൻ ഒട്ടിച്ചിട്ട് ഒട്ടിയില്ല. ഞാൻ പിന്നെ മൈദമാവ് എടുത്ത് ഒന്നുകൂടെ വെച്ചിട്ടും ഒട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ ശക്തി മൊത്തം എടുത്ത് പ്രസ് ചെയ്തിട്ടാണ് അതൊന്ന് ഒട്ടി സൈഡൊന്നിരുന്നത്. പിന്നെ ഞാനത് ഒരെണ്ണം ഉണ്ടാക്കി ഇങ്ങനെ ആക്കി എടുത്തുള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ എടുത്തതേ. അത് എണ്ണയിലോട്ടിട്ട് ഒരു 2-3 സെക്കൻഡ് ഇടുമ്പോഴേ ഒരു വശം നല്ലതാവും. പപ്പടമല്ലേ, 2 വശവും എടുത്ത് ഒന്ന് കഴിച്ചും കൂടെ നോക്കി. സത്യം പറഞ്ഞാൽ വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അത് ഇതിൻ്റെ കുഴപ്പമല്ല കേട്ടോ, ഞാൻ എൻ്റെ ഫില്ലിങ്ങിന് നല്ല ഇച്ചിരിയേറെ ഉപ്പിട്ടായിരുന്നു. പപ്പടത്തിന് ഉപ്പാണെന്ന് ഞാൻ മറന്നുപോയി ഗൈസ്. ഇനി നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഉപ്പ് ഫില്ലിങ്ങിനെ കുറച്ചിട്ടിട്ട് പപ്പടത്തിൽ വെച്ചോളൂ, നല്ല രുചി ഉണ്ടായിരിക്കും. ഞാൻ ഈ ഒരെണ്ണേ ഉണ്ടാക്കിയുള്ളൂ, പിന്നെ ഉണ്ടാക്കേണ്ട വന്നില്ല, കാരണം എൻ്റേത് കൊള്ളത്തില്ലായിരുന്നു.